ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ദിവസം രണ്ടാഴ്ച മുന്നത്തെ ഒരു ദിവസം തോന്നുന്നു കേട്ടോ. ഒരു ശനിയാഴ്ച രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞ ശനിയാഴ്ച, രണ്ടാഴ്ചയില്ല കേട്ടോ, സോറി, കഴിഞ്ഞ ശനിയാഴ്ച സ്കൂളൊക്കെ പൂട്ടിയിട്ട് അന്ന് രാത്രി എന്നോട് പറഞ്ഞു ഇങ്ങടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാം അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കണം കേട്ടോ. അല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ ശനിയാഴ്ച അല്ലേ, ആദ്യമായിട്ട് ഒരാഴ്ച മുന്നത്തെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പാടം പോകാമെന്നുണ്ട്. ഉണ്ണിയോളനെ കൊണ്ട് എങ്ങോട്ടും പോകാറില്ല ഇപ്പം തീരെ. ഇപ്പം നമ്മുടെ ഈ ഓണത്തിൻ്റെ കച്ചവടം കാര്യങ്ങളായേക്കാനും സാരി കൊറിയറും കാര്യങ്ങളും കടലിലുള്ള പണി തന്നെ ഉണ്ണിയോളനെ ഇങ്ങോട്ടും കൊണ്ടുപോകാറില്ല കേട്ടോ. മുന്നോട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഒരു ദിവസം രാത്രിയാകുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളതിനെ കെട്ടിപ്പിടിച്ചിട്ട് കരാറായിട്ട് നിൽക്കാന്ന് വെച്ചാൽ അവർക്ക് കുറേ ദിവസമായിട്ട് ഞങ്ങളതിനെ കിട്ടാണ്ടായപ്പോൾ ഒരു വിഷമം. അപ്പം ഞാൻ ഇടവന്നിട്ട് നമുക്ക് അവരും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ അടച്ച് വരുമ്പോഴേക്ക് ഒരു 9:30 ആയിട്ട് കേട്ടോ. ആ നേരത്ത് ഞങ്ങൾ എല്ലാവരും കൂടി പാറയമ്പാടത്തേക്ക് പോകാൻ വെറുതെ അല്ല തട്ടുകാരിൽ ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങി ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് എവിടേക്കാന്ന് പറയും, പൂങ്ങന്നത്തെ അക്ഷയരിക്കും. അവനായിട്ട് പറഞ്ഞിട്ട് അയ്യേ ഞാൻ കാവിമുണ്ട നടക്കേണ്ട എൻ്റെ അങ്ങനെ കാവിമുണ്ട് എടുത്തിട്ട് അങ്ങനെ പോകാറില്ലേ, അത് വീട്ടിൽ കൊടുക്കുന്ന കാവിമുണ്ട്, നല്ല കാവിമുണ്ട കൂടെയല്ല. അപ്പം ഞാൻ കുഴപ്പമൊന്നുമില്ല, എൻ്റെ രാത്രി 10-11 ആയില്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുണുക്കന് ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. ഒരെണ്ണം ഉണ്ടെങ്കിൽ അവർ കണ്ടാലും ഹാപ്പി ആയിട്ടോ. അതും അക്ഷയയിലെ നൂഡിൽസ് ആയാലും ബിരിയാണി ആയാലും ഭയങ്കര ക്വാണ്ടിറ്റി കൂടുതലാട്ടോ, രണ്ടാക്കുമ്പോൾ തിന്നാൻ പറ്റും. ഞങ്ങൾക്ക് പോകുന്ന തരത്തിൽ അക്ഷയയിലെ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ. അങ്ങനെ എനിക്ക് തന്നെ റൊട്ടി പറഞ്ഞു, ഒരു ചിക്കൻ കറി പറഞ്ഞു കേട്ടോ. അച്ചു എന്താ പറഞ്ഞു പൊറോട്ട, കുഞ്ഞൻ എന്താ പറഞ്ഞു വെള്ളയപ്പം അല്ലേ, അവർ ചില്ലി ചിക്കൻ അങ്ങനെ എന്താ മേടിച്ചിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾക്കൊരു മാമൂദൂസ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഞങ്ങൾ അറിഞ്ഞില്ല അവർക്ക് മൂന്നാമത്തെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ക്ഷണിക്കാൻ വന്നപ്പോൾ ഒരു 2 വർഷം അങ്ങനെ അവർ രണ്ടാമത്തെ ഉണ്ണിയുടെ മാമൂദൂസയ്ക്ക് പോയത് ഓർമ്മയുണ്ട്. 2-3 വർഷം മുന്നേ നമ്മുടെ കാർത്തൂൻ്റെ ഒപ്പം തോന്നുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അപ്പം ഞാൻ പിറന്നാൾ ക്ഷണിക്കാനാവും ചോദിച്ചപ്പോൾ വല്ല മാമൂദൂസയാണ് ഒരു ഉണ്ണി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉണ്ണിയുടെ മാമൂദൂസയ്ക്ക് ഞാൻ വന്നതാട്ടോ. വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നെങ്കിലും ഞങ്ങൾ കുറച്ച് നേരത്തേക്കായിരിക്കും ഞങ്ങളുടെ സന്തോഷങ്ങൾ. കാരണം കുണിക്കുമ്പോൾക്ക് പനിയൊക്കെ വന്ന് മാറിയിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ ആ മാമൂദൂസയ്ക്ക് പോകണമായിരിക്കും ഒരു കുഴപ്പമില്ല. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പാപ്പനും മേമയും കുണിക്കും എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ കുണുക്കിന് പനി തുടങ്ങി, കുണുക്കും ഭക്ഷണമൊന്നും കഴിച്ചില്ല. അങ്ങനെ അതാണ് കുണുക്ക വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് എപ്പോഴാണ് വീഡിയോ എടുത്തതെന്ന് ഒന്നും ഓർമ്മയില്ല. പിറ്റേ ദിവസമാണോ എന്താണോ ഒന്നും അറിയില്ല. ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂർ പോകാമെന്ന് വെച്ചു കേട്ടോ. ആ ഞായറാഴ്ച തന്നെയാവും. ഉണക്ക മരുന്നൊക്കെ ആയിട്ട് പനിയൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത അയച്ചിട്ട് കല്യാണങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഷർട്ടുകളൊക്കെ ഡെയിലി യൂസ് ചെയ്യാനും ഷർട്ടുകളൊക്കെ നാശാനായിട്ട് പിന്നെ ഈ വെള്ള ഷർട്ടും പിന്നെ അത്ര വരെയുള്ള ഷർട്ടുകളൊന്നും അല്ലല്ലോ എന്നായിട്ട് എടുക്കാൻ. എൻ്റെ എപ്പോഴായാലും ലുലു എന്നാണ് ഹൈലൈറ്റ് മോളിൽ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ ഒരു 699 രൂപയ്ക്കൊക്കെ നല്ല വെള്ള ഷർട്ട് കൂടുതൽ എടുക്കാമെന്ന് വെച്ചാൽ മറ്റേതാകുമ്പോൾ കളർ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ടല്ലോ. അതിന് നമ്മുടെ റേറ്റിൽ അത്രയാണെങ്കിൽ എന്നിട്ട് അതാണ് കൂടുതൽ എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതിന് ഷർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വെള്ളം ഇട്ടിട്ട് പിന്നെ നീലിട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അച്ഛനും കുഞ്ഞിനും പറഞ്ഞു അച്ഛൻ വെള്ളം ഇട്ട് കണ്ട് അച്ഛന് ലൈറ്റ് ഷെയ്ഡ് മതി, അച്ഛന് ഡാർക്ക് ഷെയ്ഡ് വേണം. പക്ഷേ ഈ നീലിട്ട് വന്നപ്പോൾ രസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പിള്ളേർ അച്ഛൻ വെള്ളം ഇട്ട് കാണുന്നതാണ് പിള്ളേർക്ക് ഇഷ്ടം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലല്ലോ, മക്കളും കൂടി അവർ അച്ഛനോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞു കിട്ടുമ്പോൾ കുഞ്ഞു പറഞ്ഞു അച്ഛന് വെള്ളം മതി അമ്മ. എന്നാൽ ശരി വെള്ളമെങ്കിൽ വെള്ളം. അപ്പം ഞാൻ രണ്ടോണ്ട് നീരെടുക്കുന്നുണ്ട്, വെള്ളം എടുത്താൽ അങ്ങനെ ഒരു ഷർട്ടേ കിട്ടുള്ളൂ കേട്ടോ. 2 ഷർട്ട് എടുക്കണമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ ഒരു വെള്ള ഷർട്ട് എടുത്തിട്ട് പോകുന്നു കേട്ടോ. വേറെ ഒന്നും അതിനോട് അങ്ങനെ ഒരുപാട് വിലയുടെയോ അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് രാത്രി വന്ന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഷോപ്പിൽ വന്നിട്ട് പിന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ സാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോർജറ്റിൻ്റെ കുറച്ച് സാരികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു ഓറഞ്ച് ജോർജറ്റ് മെറ്റീരിയലുള്ള സാരി കേട്ടോ. നമുക്കറിയില്ല എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ സാരി കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നല്ലതാട്ടോ. നമ്മൾ നമ്മൾ ഈ സിമ്പിൾ സാരി കൊടുക്കുമ്പോൾ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് ഹെവി ആക്കുക. അതായത് കമ്മലൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മൽ കൊടുക്കുക, പിന്നെ കുറച്ച് കുപ്പികളിടുക, മാല സിമ്പിൾ മാറ്റിയിട്ട് ഇങ്ങനെ കിട്ടുന്ന ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പം ഈ സാരി വേണ്ടവർ ഇതിൻ്റെ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ നല്ല ഓറഞ്ചാട്ടോ. പിന്നെ മിക്ക കളറും ഇതിൽ കിട്ടുന്നതാണ്. ഞാൻ കറക്റ്റ് ഇതിൽ പറയട്ടെ, നല്ല ഓറഞ്ചാണ് ഇതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഞാൻ കാണിച്ചതായിരിക്കണം ഒന്നുകൂടി ലൈറ്റാണ്, ഒന്നുകൂടി അറിഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് ഓരോ വീഡിയോയിലും പറയാറുണ്ട്. എന്ന് വെച്ചാൽ
പരമാവധി നമ്മുടെ യൂട്യൂബിൽ നിൽക്കുന്ന ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരാളെ പറ്റിക്കണം എന്നുള്ള ചിന്താഗതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജീവിക്കും വേണം, ഒന്ന് മറ്റൊരാളെ ചതിച്ചുകൊണ്ടാവരുതെന്ന് എനിക്കും എന്നേണ്ടും നിർബന്ധമുണ്ട്. എന്ന് വെച്ചാൽ മറ്റൊരാളിൽ നിന്നൊരു ശാപമോ കാര്യങ്ങളോ ഏറ്റെടുക്കാൻ താല്പര്യമില്ല എനിക്ക് എന്നേണ്ടും. അതാണ് പരമാവധി നമ്മൾ എല്ലാവരോടും നല്ല സഹകരിച്ചിട്ടാണ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചിറ്റിലും ബോട്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഞാനൊരു കോഫി ബ്രൗൺ സാരി അയച്ചു കൊടുത്തപ്പോൾ അവർ പിന്നെ എന്നോട് ഞാൻ ഇങ്ങനത്തെ കോഫി ബ്രൗൺ ആയില്ല വിചാരിച്ച് റിട്ടേൺ അവരയച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കളറിനൊന്നും ഒരു റിട്ടേൺ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിട്ടേൺ സ്വീകരിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ പൊളിക്കണ വീഡിയോ വേണമെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും പരമാവധി നമ്മൾ മറ്റുള്ളവരോട് സഹകരിക്കുന്നുണ്ട്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഈ സഹകരണങ്ങളും കാര്യങ്ങളും ഒക്കെ പോണത്. അപ്പോൾ ഇത് ഈ മെസ്സേജ് ചെയ്യുന്നേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ കേട്ടോ എനിക്ക് ആ സാരി കൈ കിട്ടിയത്, അവർ റിട്ടേൺ അയച്ചത്. ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു. ആ സാരി വന്നപ്പോൾ വീഡിയോയിൽ കാണിച്ചതും കിട്ടിയ സാരി സെയിം കളറിൽ യാതൊരു മാറ്റമില്ല. ചില കളർ മാറ്റം വരുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഇതുപോലെ കുറച്ച് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സാരി കളർ ഞാൻ എൻ്റെ വാട്സപ്പ് ഡീറ്റെയിലും ചാറ്റും കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് അതൊക്കെ അവിടെ അവർ അയച്ചു തന്നു. അതുണ്ടല്ലോ ഫുട്ബോൾ പോലെ ചുരുട്ടി ആകെ നാശമാക്കിയിട്ട് അയച്ചത്. നമുക്കത് കാണുമ്പോൾ എത്രത്തോളം വിഷമമുണ്ടെന്നറിയും. ഈ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് മേടിച്ച ഒരു മുതൽ നമുക്കത് റിട്ടേൺ അയച്ചു തരുമ്പോൾ ഈ ഫുട്ബോൾ പോലെ ചുരുട്ടി മാട്ടയ്ക്ക് നമ്മൾ ബിസിനസ് ചെയ്യണത് നമ്മുടെ ചെറിയ ബിസിനസ്സാണ്. നമ്മൾ വലിയ വലിയ ആൾക്കാരോ വലിയ ബിസിനസ്മാനൊന്നുമല്ല. നമ്മൾ തട്ടിമുട്ടി ജീവിച്ച് പോകാനുള്ള ഒരു ചെറിയൊരു ഇതൊരു സംരംഭമാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്. അപ്പം അതിൽ നമ്മൾ പരമാവധി നല്ല 100 ഒരു 99.3% ഞാൻ നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 1% മോശമായിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിച്ച് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. സത്യം വിഷമമാണ്. ഞാൻ ആ വീഡിയോ ഞാൻ തുണ്ടുകയുടെ ആ ഒരു പാക്കറ്റ് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടിയ സാരിയുടെ ഒരു വീഡിയോ അതിൻ്റെ ഉള്ളിലൊരു തുണ്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന വിഷമമുണ്ടാവും. ഈ ജോർജറ്റ് സാരി എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ തുണിയെ പറ്റി മനസ്സിലാക്കി മേടിക്കുക. പിന്നെ ഒരു ലേഡി പറഞ്ഞ സൂചി കുത്തിയാൽ കീറും. അതിപ്പോൾ 50,000 സാരി കാഞ്ചിപുരം ആണെങ്കിലും സൂചി കുത്തി വലിഞ്ഞു കഴിഞ്ഞാൽ ഏത് സാരി കീറും. അതിപ്പോൾ ജോർജറ്റ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടോ ഈ ഒരു സാരി ഞാൻ എന്ത് ചെയ്യും നോക്കി. ഇത് എന്നേട്ടത് പാക്കറ്റ് ഇത് പൊളിച്ചിട്ട് എന്നേട്ട നിൽക്കണം, ഷോക്ക് അടിച്ച് നിൽക്കണം. നിൽപ്പണി ഈ സാരി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒന്ന് നോക്കൂ. ഈ ഒരു സാരി അവർ റിട്ടേൺ അയച്ചെന്നൊരു രൂപമാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. ഇതെങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കവർ പൊളിച്ചിട്ട് ആ കവർ കൊടുക്കണം ഇങ്ങനെ നിൽക്കണേ. ഇങ്ങനൊരു മനുഷ്യന്മാർ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തരും ഓരോ രൂപക്കാരും സ്വഭാവക്കാരാണ്. പക്ഷേ മനസ്സിലാക്കുക എല്ലാം നിങ്ങളാണ് ഈ ഒരു സ്ഥാനത്ത് ബിസിനസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ചെയ്യുക ഒന്ന് സ്വയം ചിന്തിക്കുക. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ഒരാളെ നമ്മൾ ചതിച്ച് 10 രൂപ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് ഇനിയും പറയാണ്. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴും എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പോലും റിപ്ലൈ കൊടുക്കാത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കും അനുഭവം ഉണ്ടായിട്ട് സാരി 19,000 സാരി വലിയൊരു ഇതെന്ന് നമ്മൾ പട്ടുസാരി 25,000 ഇത് 2 പട്ടുസാരി കീറിയിട്ട് അവരെ മെസ്സേജ് അവർ നമ്മളോട് പെരുമാറ്റി ഇന്നും ഞാൻ മറക്കാണ്ടിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായി. നമ്മുടെ ഇത് തെറ്റ് പറ്റിയത് നമ്മളത് അംഗീകരിക്കാനുള്ള മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ ഇത് എൻ്റെ കയ്യിലൊരു തെറ്റുമില്ല. മനസ്സിലായോ? ഇതൊരു പൊന്നുവിൻ്റെ നിങ്ങൾക്ക് ഓർമ്മ കാണും ഒരു വൈറ്റും റെഡും കാഞ്ചിപുരം സാരി കല്യാണം ഒരു 3-4 വർഷം മുന്നേ എടുത്തത് ഒരൊറ്റ യൂസിങ് എടുത്ത് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞൊന്ന് കഴുകാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തു. ആ ഡ്രൈ ക്ലീനിങ്ങിൻ്റെ കളറ് വെള്ളാമിക്ക് റെഡൊക്കെ പിടിച്ചു കേട്ടോ. എന്നിട്ട് പക്ഷേ ഞാൻ അവരോട് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ 5,000 സംതിങ്ങിനാണ് സാരി എടുത്തത്. 5,000 അവർ എനിക്ക് റിട്ടേൺ തന്നു കേട്ടോ, ക്യാഷായിട്ട് തന്നു. അതൊക്കെ ചെറിയ ബിസിനസ്സുകാരാണ്. അവരവരുടേതായ മര്യാദ ചെയ്തു. അത്ര മര്യാദ പോലും ഞാൻ ഇത്രയും വലിയൊരു പേജ് ഞാൻ പേജിനെ മെൻഷൻ ചെയ്യണില്ല. വലിയൊരു തുണിക്കടയാണ് ഇന്നാൾ ഇട്ടുന്നത്. ഇതുപോലെ തുടങ്ങിയ ഒരാൾ പക്ഷേ ആൾ ചെയ്താണ്. പക്ഷേ എത്ര നമ്മൾ വലിയ ബിസിനസ് നമ്മൾ കുറേയൊക്കെ നമ്മൾ മനുഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിന്ന് ചെയ്യണം. പക്ഷെ അത് ചൂഷണം ചെയ്യരുത് കേട്ടോ മനുഷ്യന്മാർ, അതും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ കൊടുക്കാൻ പല്ലിക്കാൻ പോകുമ്പോൾ ഞാൻ കൊടുക്കാൻ അമ്മ ബ്രഷ് എടുത്തപ്പോൾ ഞാൻ അമ്മയ്ക്കും കൂടി എടുക്കാൻ അങ്ങനെ അമ്മ എനിക്കും ബ്രഷിന് പേസ്റ്റൊക്കെ ആക്കി കൊടുന്ന് എനിക്ക് വരച്ച് തന്നു കേട്ടോ. ഈ ഒരു സ്നേഹമൊക്കെ എത്ര വർഷം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അവർ ഈ കുഞ്ഞു പ്രായത്തിന് മാത്രമായിരിക്കും അച്ഛനമ്മമാർ കളങ്കല്ലാണ്ട് സ്നേഹിക്കേണ്ടത് അറിയില്ല. കളങ്കല്ലെങ്കിലും അവരെ കുറേ കാര്യങ്ങൾ സാധിച്ചിട്ടാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ഇതും അങ്ങനെയൊന്നും തന്നെ എൻ്റെ ഷോപ്പിൽ ഓണം സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കുറേ ദിവസം അതിന് പോകാൻ വേണ്ടിയിട്ടല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ വീട്ടിലപ്പുറത്ത്
അനിയൻ്റെ പാപ്പൻ്റെ മോളുള്ള കുട്ടിയുടെ മേമയുടെ മോളുടെ കുട്ടിയാണ്. പിന്നെ പാപ്പന് ഏതൊക്കെയോ കുറേ ബന്ധങ്ങളിലെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും മുടി വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ മുടി വെട്ടാൻ വിളിക്കാൻ വരികട്ടോ. അതൊക്കെ ഒന്ന് 3-4 മാസം കൂടുമ്പോഴൊക്കെ മുടി വെട്ടുള്ളൂ. അല്ലെങ്കിൽ ബാക്കി ഷേവിയിലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഡൈയൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴാണ് അതിനായിട്ടൊന്ന് മുടി വെട്ടാൻ പോട്ടെ. അപ്പോൾ നമ്മുടെ കൊടുക്കുമ്പോഴും മുടി വെട്ടിയിട്ട് കുറച്ച് നാളായിട്ട് കേട്ടോ. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ മുടി വെട്ടേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ ആ ഹെയർ വെട്ടേണ്ട ചെക്കുണ്ടല്ലോ അവൻ്റെ പോലെ വെട്ടിക്കോ പറ്റയാക്കിക്കോ ബാക്കിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാനവിടെ പോയിരിക്കുന്ന നേരം കൊണ്ട് ഇവൻ പറഞ്ഞു അച്ചു മുടി വെട്ടിയ പോലെ വെട്ടണം എന്നൊക്കെ. ആ ഹിന്ദിക്കാരൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ആ ഹിന്ദിക്കാരൻ എന്നോട് ചേച്ചി ഇവിടുത്തെ വെട്ടണ്ട അത് പറയേണ്ടത്. അപ്പോഴാണ് ഞാൻ അവിടെ പോയത്. ഞാൻ വെട്ടണ്ടെങ്കിൽ വെട്ടണ്ട. അപ്പോൾ കുടിക്കുമ്പോൾ ഇവിടെ ബോറടിച്ച് ഫോണിൽ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാണേ. ഓണ സെലിബ്രേഷൻ അല്ലേ, ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആയിട്ട് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഓണ സെലിബ്രേഷൻ ഓണം ഇല്ല നമുക്കെന്നറിയാം. പക്ഷെ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഒരു കാര്യം വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ഷോപ്പ്, ഒരു ബിൽഡിങ്ങിൻ്റെ നമുക്ക് കുറേ ഷോപ്പുകൾ കൊണ്ട് ഇതൊരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഇതല്ലേ. അപ്പോൾ നമുക്കതിൽ കൂടാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ വൈകി ബ്യൂട്ടി പാർലറിന്ന് വിട്ട് കിട്ടിയത് ഇപ്പോഴാണ്. ഞാൻ ബ്യൂട്ടി പാർലർക്ക് ഒരു പുരികൻ ത്രെഡ് ചെയ്തിട്ട് കുടുംബത്തിൽ 2 ആണുങ്ങളെ ബ്യൂട്ടി പാർലർ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള പെണ്ണ് ജമ്മകള് നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ എന്നുള്ള മേക്കപ്പ് പ്രോഡക്റ്റ് ഒരു കള്ള മേക്കപ്പ് ചെയ്ത് നമ്മളിതേ പോവുക. പിന്നെ ഞാൻ പറയാ പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ടുന്നത്. ഇതാണ് നിങ്ങൾ പറയാവുന്ന പഴഞ്ചൊല്ല്. അയ്യോ അത് എന്നെ കൂടെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഖിക്കണില്ല. ഓ എവിടെ പോകാൻ ആദ്യം ബ്യൂട്ടി പാർലർക്ക് പോകണം. ഊട്ടുവിടുന്നു നമ്മുടെ വീടിന്റെ അടുത്ത വീട്ടിൽ 2 ദിവസം കല്യാണം. എന്റെ മുടി ഡൈ അടിച്ചിട്ടില്ല കേട്ടോ. മൊത്തം അറിയാ നീ ഡൈ അടിക്കണം. വന്നിട്ട് കുറേ പണിയുണ്ട്. 2 ദിവസം നാളെ തൊട്ട് കല്യാണം സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള 2-3 കല്യാണങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആരുടെ രാജപ്പേട്ടന്റെ കാർത്തികേച്ചി കേക്കണ്ട. രാജപ്പേട്ട ഇനിയും കല്യാണം കഴിക്കാന്ന്. രാജപ്പേട്ടന്റെ കല്യാണമാണോ? മോന്റെ ഇവർക്ക് മോനെ ഒന്നും അറിയില്ല. രാജപ്പേട്ടനാണ് ഇവരുടെ മെയിനാണ്. മോനറിയോ? എന്നാ മോന്റെ പേര് മോനെ? രാജപ്പേട്ടന് എത്ര മക്കളുണ്ട്? രാജപ്പേട്ടന് എത്ര മക്കളുണ്ട്? 4. എവിടെന്നാ കാർത്തികേച്ചി? 2 മക്കളുള്ളൂല്ലേ ഉണിക്ക്? അപ്പൊ ചേട്ടന്മാരുടെ പേര് പറഞ്ഞ ഉണിക്ക്. പിന്നെ ആര്? ഇവർക്കറിയാന്നാ? ഇവർക്ക് ഇത് എവിടെന്ന് അറിയാ? നിങ്ങൾക്കറിയോ? ഇപ്പൊ രാജപ്പേട്ടന്റെ ഭാര്യയുടെ പേരോ? ഉണിക്ക് രാജപ്പേട്ടന്റെ ഭാര്യയുടെ പേര്? കിരണിന്റെ കല്യാണം കഴിഞ്ഞു. നിങ്ങളുടെ മടിയിൽ വെച്ചിട്ടാണ് പേരിട്ട് ചേട്ടന്ന് പറയണ്ടേ? ആരുടെ ചേട്ടൻ്റെ? ആരുടെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു? രാജപ്പേട്ടന്റെ ചേട്ടൻ്റെ കല്യാണം. മൂത്ത മോന്റെ കല്യാണം കഴിഞ്ഞു. രാജപ്പേട്ടന്റെ ഭാര്യയുടെ പേര് അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ. ആര്? കാർത്തികേച്ചി. ആ ഓക്കെ. രാജപ്പേട്ടന്റെ അമ്മേനുണ്ടോ? രാജപ്പേട്ടന്റെ അമ്മേനുണ്ടോ? ഇല്ല. നല്ല വയസ്സായിട്ട്. എന്താ പേര്? എവിടെ ഉണ്ടല്ലോ ഒന്ന് തൃശ്ശൂര് വെച്ചിട്ട് രാജപ്പേട്ടന്റെ അമ്മേനുണ്ടെന്ന്. അതാരെ കുണിക്ക് തൃശ്ശൂര് വെച്ചേണ്ടത്? നമ്മള് തൃശ്ശൂർ അക്ഷയ ഹോട്ടലിൽ വെച്ചാണ്. ആരുടെ? രാജപ്പേട്ടന്റെ അനിയത്തിയില്ല. അപ്പൊ രാജപ്പേട്ടന്റെ അമ്മയോ? രാജപ്പേട്ടനുള്ള വീട്ടിലെ അമ്മയുണ്ട്. രാജപ്പേട്ടന്റെ കണ്ടിട്ട് ആരത്? പുറത്തിറങ്ങി നടക്കും വാട്ടി പിടിച്ചിട്ടാ. അതാരെ കണ്ട് വാട്ടി പിടിച്ചു? ആരാ? അംബ്രാള?
എന്നാലും ഏകദേശം ഇവർക്ക് അറിയാട്ടെ. എനിക്ക് അറിയില്ല അത് ഇവർക്ക് ഇതൊക്കെ അറിയാന്ന്. രവിയേട്ടനാണ് അവള്. രവിയുടെ വീട് അറിയോ? രവിയുടെ ഭാര്യയുടെ പേരറിയോ? ഭാര്യനെ കണ്ടുണ്ടാ? മോനെ കണ്ടുണ്ടാ? ഇവരെനിക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ ഇവർക്ക് അറിയാം. അതാണ്. പക്ഷെ രാജപ്പേന്റെ കാര്യം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന എനിക്കറിയില്ല. ഇതൂടെ കിരണിനെ അറിയുന്നത് വിചാരിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഇവര് അറിയുന്ന വെച്ചു കിരണിനെ അറിയാം. ഓക്കെ, അങ്ങനെ നമുക്ക് പോയാലോ. അപ്പൊ നമ്മള് വീട് തൊട്ടിട്ട് ഇവിടെ വരെ സംസാരിച്ചു. എല്ലാരും പറഞ്ഞു കുണിക്കന് വീഡിയോയിൽ കുറച്ച് കൂടുതൽ നേരം കാണിക്കാൻ. ഇഷ്ടം കൊണ്ടല്ലേ ഇവരും അടുത്ത് കുണുക്കനും പറഞ്ഞിട്ടുണ്ട്. ഇത് വലുതാവും തോറും പോത്തനാവുക. കുഞ്ഞിനെ അച്ചു വീട്ടിലില്ല കേട്ടോ. അവര് കൊടുങ്ങല്ലൂർ പോയിക്കാണ്. അത് പറയും നിങ്ങൾ മാത്രം ഓണ സെലിബ്രേഷൻ പോയി. കുഞ്ഞിനെ അച്ഛനും കൊണ്ടില്ല, അവരോട് ഇല്ല. അവർ കൊടുങ്ങല്ലൂർ പോയി. ഞങ്ങൾ കൊണ്ടുപോകാത്തതിന്റെ കുറ്റല്ല. കുഞ്ഞൻ കൊടുങ്ങല്ലൂര് പോയി അല്ലേ? ഉണക്ക രാജപ്പേന്റെ അപ്പുറത്ത് വീട് ആരുടെയാ? തൊട്ടപ്പുറത്ത്. അതാരുടെ? ഓ, അവിടത്തെ ചേച്ചി നിങ്ങളെ വർത്താനം പറയണത് ഉണ്ണിയുടെ അമ്മാമ്മ. എന്താ ചേച്ചിയാ? പിന്നെ നമ്മുടെ ഇപ്പുറത്ത് വീട് രാജപ്പേന്റെ ഇപ്പുറത്ത് വീട്. അപ്പുറത്ത് വീട് ചേച്ചിനെ. എന്റെ അപ്പുറത്ത് വീട് ഇപ്പുറത്ത് ഇപ്പുറത്ത് വീട്. നമ്മുടെ ഉണ്ണിയുടെ 90 പോയത് അത് ആരുടെ വീടാ? എന്ത് എലീശനാ? സജലീശന്റെ ഭാര്യ നമിത ആന്റി. സജി വല്യച്ഛനും നമിത ആന്റിയും നല്ല മേച്ചാട്ടാ. ഇനി അവരെ മക്കളില്ല. അമ്മൂട്ടി അത് രണ്ടാമത്തെ അല്ല, മൂത്തതുണ്ട്. ഉണ്ണിയുടെ അമ്മ എന്ത് ചോദിച്ചാ? പെണ്ണുണ്ണിയാണ് ഉണ്ണി. അത് ഇപ്പൊ അടുത്തറിഞ്ഞോളൂ. അതാണ് വീണ്ടും പെണ്ണുണ്ണിയാണ് ഉണ്ണി. എന്താ വെച്ചാ നവ്യ ചേച്ചി. പിന്നെ ആരാളവിടെ കളിക്കൊരു കൂട്ടുകാരനായിട്ട് അതിലെന്താണ് നവ്യ ചേച്ചിയുടെ ഭർത്താവിന്റെ ബിബി. നവ്യ ചേച്ചിയുടെ ഭർത്താവാരാ? ബിബിയ. ഉണ്ണിയോ? ഉണ്ണിയുടെ പേര് എന്താ? നിങ്ങൾ അല്ല, നിങ്ങൾ ഉണ്ണിനെ വിളിക്കുക നിങ്ങൾ എന്താ? അവർക്ക് പേര് ഓർമ്മ. പിള്ളേര് ഒരുത്തനെ പിടിച്ചോണ്ട് പോകണ്ടാന്നു. ഒരുത്തനല്ല അടിണ്ടാക്കാൻ. ഒരുത്തനെ പിടിക്കാനായിട്ട് ഇത്ര പോലീസ് കൊണ്ട് വരില്ല. ഒരുത്തനെ പിടിച്ചാ പിടിക്കട്ടെ. തന്നെ ഉണ്ടാക്കണൊക്കെ പിടിക്കണേ. ഗാന്ധിജി ആരെ വെച്ചന്ന്? ആഗസ്റ്റ് 15 കഴിഞ്ഞതിന് ശേഷം ഗാന്ധിജിയുടെ പിന്നാലെ മുപ്പത് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഓണ സെലിബ്രേഷൻ വന്നിട്ട് ഇതേ ഞങ്ങൾ എല്ലാവരും കൊണാർക്ക്, നമ്മുടെ കുന്നോളത്തിലെ കൊണാർക്കിലായിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എൻ്റെ ഷോപ്പിലെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ബിൽഡിംഗ് ഓണറിൻ്റെ വക ഒരു ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൊണാർക്കിലേക്ക് വന്നിട്ട് അവിടെയാണ് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം അവർ ഒരു 10-36 ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പുറത്ത്, ഞങ്ങൾ ലാസ്റ്റ് വന്നു. ഞങ്ങളപ്പോൾ ഇപ്പുറത്ത് പെട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സാരിയുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സാരിയുടെ ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് തന്ന കുട്ടിയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ തരാട്ടെ. നന്നായി ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓണപ്പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ, ഞാൻ പറഞ്ഞ എപ്പോഴും ഞങ്ങളുടെ ഷോപ്പിൻ്റെ താഴെ ഒരു ബേക്കറി ഉണ്ടെന്ന്. ഗ്രീഷ്മ എന്താണ് കേട്ടോ? ഗ്രീഷ്മയാണോ? രേഷ്മയ്ക്കാണുള്ള പേര്. എപ്പോഴും ഞാൻ ഗ്രീഷ്മ എന്ന് പറയാം.
രേഷ്മയാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ എല്ലാം ഭയങ്കര ഇതൊക്കെ നടത്തി, പിന്നെ ശബ്ദം വിളിച്ചൊക്കെ രേഷ്മേൻ്റെ ആയിരുന്നു. പിന്നെ ഈ കുട്ടികളോട്ട് എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ആ ഉള്ള നേരം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. പിന്നെ കുറച്ച് പേരൊന്നും ചേർന്നിട്ടില്ല, അല്ലാണ്ട് കുറച്ച് പേരൊക്കെ നമ്മളതിലുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ എല്ലാവരും ഇല്ല, പക്ഷെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ കേട്ടോ. അനിയേട്ടനൊക്കെ ഒന്ന് ലൈഫിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അറിയില്ല. അതൊന്നും അനിയേട്ടൻ അറിയില്ല. അനിയേട്ടൻ ഞാൻ നാരക കളയാണ്ട് വരണമെന്ന് അറിയുള്ളൂ, ഫസ്റ്റ് എത്തണമെന്ന് അറിയില്ല. സത്യം കുറേ കളികൾ പാവം അനിയേട്ടൻ എന്താന്ന് പോലും അറിഞ്ഞിട്ടെന്ന് വെച്ചാൽ അനിയേട്ടൻ ഞാൻ പിന്നെ ഈ റീലിലും ടി വിയിലൊക്കെ കണ്ട് ശീലമായിരിക്കും, അതൊക്കെ അറിയാം. അനിയേട്ടൻ അങ്ങനെ അങ്ങനത്തെ കാണാത്ത കാരണം അതിനെ പറ്റി വലിയ അറിവില്ല കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ഇവർ രണ്ടാളുണ്ട് ഇഷ്ടിയ കളിയിൽ ഇതാക്കിയത്. എന്താ എന്നിട്ട് വിട്ടു കൊടുക്കുന്ന ആളല്ലല്ലോ, കൈ വേദനിപ്പിക്കണ്ട. ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇതിട്ട് ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ ആളും ഭയങ്കര ഗെയിമിങ് സ്പിരിറ്റിലുള്ള ആളാട്ടോ. ആളും വേറൊരാളും ഉണ്ട് കേട്ടോ, ഒരു ഹൈറ്റിലുണ്ടായിരുന്നു. അവർ രണ്ടാളുടെ കൂടെ ഗെയിം കളിക്കാൻ ചെളുപ്പമല്ല, ഭയങ്കര അതേപോലെ ചെറുപ്പം കുട്ടികളുള്ളൊരു കുട്ടീനുള്ള ഹൈറ്റിൽ അവനും. അവർക്ക് ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര നമ്മൾക്കൊന്നും കൂടെ പറ്റില്ല, പക്ഷേ നമ്മൾ ഒരിക്കലും ജയിക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടല്ല കേട്ടോ ഒരു ഗെയിമിന് പങ്കെടുത്തത്. പക്ഷേ എല്ലാവരും കൂടിയിട്ട് ആ ഒരു നല്ല നിമിഷങ്ങൾ ആനന്ദകരമാക്കുക. ഈ ജീൻസ് ഇട്ട് വരുന്നതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓണർ കേട്ടോ, നമ്മുടെ ഷാജേട്ടൻ. അങ്ങനെ ആ ബേക്കറിയിലെ എന്താണ് പേര്, രേഷ്മയല്ലേ, രേഷ്മയുടെ മക്കളാണ് കേട്ടോ, 2 കുട്ടികൾ. കുടിക്കുമ്പോഴും കൂടിയിട്ടാണ് ബിസ്ക്കറ്റ് ഇങ്ങനെ മുഖത്തോടാക്കി നീക്കുക. പിന്നെ കസാര കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അന്വേട്ടനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി കസാര കളി ഉണ്ടായിരുന്നു. പ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുപോത്തനായിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളാണ് നമ്മുടെ കുടിക്കുമ്പോഴായിരുന്നു. അങ്ങനെ ഇവരൊക്കെ രേഷ്മയുടെ മക്കളൊക്കെ ഭയങ്കര കളിക്കാനും പാട്ട് പാടാനൊക്കെ നല്ല മിടുക്കി കുട്ടികളാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം. കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ, ഒരു മൂക്കുത്തി വേണ്ടണമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ മൂക്കുത്തി, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 വയസ്സത്തെ മൂക്കുത്തിക്കുന്നത്. എൻ്റെ മക്കളും 2 വയസ്സത്തെ മൂക്കുത്തിൻ്റെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ മൂക്കുത്തി ഇങ്ങനെ കുറേ വേണമെന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സ്വർണ്ണത്തിൻ്റെ നിലവാരത്തിൽ നമുക്ക് ആലോചിച്ചറിയാം, അതൊരിക്കലും പ്രാക്ടിക്കലല്ല നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ കുന്നോളത്ത് ഒരു മൂക്കുത്തി കട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ, മൂക്കുത്തി ഇതിലത്തെ കാണിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ മൂക്കുത്തി കടയുടെ ബോക്സ് കേട്ടോ. നല്ല ഒരുപാട് മൂക്കുത്തികളുണ്ട് കേട്ടോ. സത്യമാണ് ഇനിയും എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്നതിന് ചെറിയ മിസ്റ്റേക്ക് ഒന്നും അതിലൊരു കല്ല് ഞാൻ സത്യമാണ് വീട്ടിലെത്തിയതിന് ശേഷം കാണണം. അപ്പോൾ ഞാൻ എപ്പോഴാണ് പോയെന്ന് അറിയാൻ തന്നെ വിഷമിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടുവരുമ്പോഴേ നമ്മുടെ ഇതൊരു കല്ലില്ല കേട്ടോ. അതിപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇത് പറ്റുമല്ലോ. അങ്ങനെ ഈ മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് നോക്കട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്വർണ്ണം നോക്കിയുള്ളൂ കേട്ടോ, പക്ഷേ സ്വർണ്ണമല്ല, വെള്ളി ഗോൾഡിൽ മുക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര രസം കേട്ടോ. സ്വർണ്ണം ഇപ്പോഴത്തെ നിലവാരത്തിനെടുക്കാൻ വെച്ചാൽ എളുപ്പമല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഓണറിൻ്റെ ഭാര്യയാണോ ആരാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്നോട് ചോദിച്ചു എത്ര മൂക്കുത്തി ഉണ്ട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു 4-5 ഉണ്ട് പറഞ്ഞു. അപ്പോൾ അത് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോക്സ് വന്നിട്ട് സത്യമായിട്ടോ നല്ലൊരു ഉപകാരം കേട്ടോ. നമ്മൾ ചെറിയ മൂത്ത് ഓരോരോ ബോക്സിലാക്കി വെച്ചാൽ അത് പോണത് അറിയില്ല കേട്ടോ. കയ്യിൽ നിന്ന് കുണിക്ക് 2 കുഞ്ഞു ഫുഡ് പാറയമ്പാടത്ത് ഒരു തട്ടുകട ഉണ്ട്, ഒരു അമ്മ മോളെ നടത്തണം കേട്ടോ. സൂപ്പർ ഫുഡാണ്, സൂപ്പർ ഫുഡാട്ടോ. നമുക്ക് സൂപ്പർ ഫുഡും ടേസ്റ്റും ആണ്, നീറ്റും ആണ്, രണ്ടും ആവശ്യമാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ആവശ്യമാണ് നീറ്റ്നെസ്. അലമ്പൊന്നും ഇല്ലാണ്ട് നല്ല ഇരുന്ന് വണ്ടി അത്യാവശ്യം പാർക്ക് ചെയ്യാൻ ഏരിയ ഉണ്ട് അല്ലേ, റോഡിന്റെ സൈഡിലാണ്. പാറയമ്പാടം 2 കുരിശിന്റെ ഇടയിൽ അല്ലേ, ആ കുരിശിന്റെ നടുവിലായിട്ട് വരും അല്ലേ. മുന്നിൽ എന്താ കട, ഒരു ഫർണിച്ചർ കടയുടെ ഒക്കെ ഓപ്പോസിറ്റ് പാറയമ്പാടത്ത്. അതായത് കോഴിക്കോട് നിന്ന് കുന്നംകുളം പോണ റൂട്ടില് പെരുമ്പലാവ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. പെരുമ്പലാവ്, അക്കിക്കാവ്, സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് ഒരു അമ്മയും മോള് നടത്തുന്ന ഒരു തട്ടുകട കേട്ടോ.
കണ്ട നല്ല ഫുഡാട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് തട്ടാഴത്തെ ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ലല്ലോ ചേട്ടാ? ഇല്ല, ഇത് അടിപൊളി ഫുഡായതുകൊണ്ട് നമ്മൾ 2 തവണ വരുന്നു. 2 തവണ കുറെ പ്രാവശ്യം വന്നു, തിരക്കോട് ഞങ്ങൾക്ക് കിട്ടാണ്ട് പോയി. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ചോദിച്ചു എത്ര മണിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, അപ്പൊ ആ നേരത്തെ ഞാൻ വരാട്ടാന്ന്. നല്ല ഫുഡാണ്. ഞങ്ങൾ മേടിച്ചത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ഓംപ്ലേറ്റ് മേടിച്ചിട്ട് ഓംപ്ലേറ്റ് തീർന്നു. ഓംപ്ലേറ്റിന്റെ പ്ലേറ്റ് ഉണ്ടോ? ഇതൊക്കെ തട്ടിയാ നല്ല ഫ്രൈഡ് റൈസ് ആട്ടോ. അപ്പൊ ഉണ്ണിയോളം ഇല്ല ചോദിച്ചാൽ ഉണ്ണിയോളം ഇല്ല. ഉണ്ണിയോളും അച്ചും കുഞ്ഞനും ഉണ്ണിയോളും കൂടിയിട്ട് ഫാൽക്കന്മാരിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാട്ടാ. അപ്പം ഞങ്ങൾ ചോദിച്ചു അവർ അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ഞങ്ങൾക്ക് ഈ തട്ടുകാരത്തെ ഫുഡിൻ്റെ ധാരണ ശരി ഇത്ര ഹെവി ആയിട്ട് ഞാൻ കഴിക്കില്ല. ഞാനല്ലോ ഓരോ ഓംപ്ലേറ്റ് കഴിക്കാനുള്ള മൂഡിലാണ്. പിന്നെ ഒരു അമ്മയും മൂഡ് നടത്തുന്ന സ്ഥലത്ത് അല്ലേ ഞങ്ങൾക്ക് സത്യം 3 ആൾക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് 3 ആള് നന്നായി കഴിക്കുന്ന ഒരാൾക്കും 2 ആൾക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ. നല്ല ഫ്രൈഡ് റൈസ് ആണ്. എനിക്ക് ഒരുപാട് അലമ്പ് മസാലയുടെ സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. റൈസ് നല്ല ധൈര്യമായിട്ട് കഴിക്കുക. എന്താ വെച്ചാൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഈ അമ്മയ്ക്കും മോൾക്ക് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഏകദേശം ഈ നേരമ്പേക്കും അവരെ ഏകദേശം കഴിഞ്ഞു അല്ലേ, വീട്ടിലെത്തും. അപ്പൊ നമുക്ക് അറിയണ ഫാമിലി ആയിട്ട് അറിയില്ല. ഒരിക്കലും ഇവിടെ വന്നപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. ഒരു അമ്മയും മോളാണ്. അപ്പൊ നമുക്കതൊരു അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അവരൊന്നും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല നല്ലതാണ്. ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്ര നല്ല സൈസ് എത്ര സ്ഥലത്തെ ഫുഡിന്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നു. ടേസ്റ്റ് മാത്രമല്ല ഒരു അമ്മയും മോള് നടത്തുന്ന സ്ഥലമാണ്. നീറ്റാണ്. അവർ ചെയ്യുന്ന വൃത്തിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അതേ എനിക്ക് ഫുഡിലൊക്കെ ഒരുപാട് എണ്ണമേക്കുണ്ടാവും കേട്ടോ. ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചാൽ അത്ര എണ്ണയോ കാര്യങ്ങളൊന്നുമില്ല. ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇവിടുത്തെ കഴിച്ചു പോയിട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഓംപ്ലേറ്റ് പറഞ്ഞു, എന്നെ വേണ്ടിയിട്ട് റൈസ് പറഞ്ഞു. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടത്തിന് ഞാനും കഴിച്ചു അല്ലേ. കഴിക്കാത്ത ഹാപ്പി. ശരിക്കും അവർക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ വീഡിയോയുടെ അവർക്ക് ആവശ്യമില്ല. എന്താ വെച്ചാൽ അവർക്ക് അത്യാവശ്യം ഏറെ കച്ചവടം ഉണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞത് നമുക്ക് കഴിക്കാം. ഇപ്പം എൻ്റെ കുഞ്ഞിനോട് തന്നെ പോയിട്ട് ഞാൻ പറയണത് വെച്ചിട്ട് കുഞ്ഞെ വിശക്കുമ്പോൾ ഇടയ്ക്ക് വരെ അടുത്ത് ഒന്ന് കഴിച്ചു പോകുന്നു. നല്ല ഫുഡ് ആയതുകൊണ്ട് കേട്ടോ. 2 കൂടിയിട്ട് എത്ര രൂപയാണിടാ? ഒരു ഫ്രൈഡ് റൈസും ഒരു ഡബിൾ ഓംപ്ലേറ്റും കൂട്ട 150 രൂപയുള്ളൂ. വയറ് സത്യം പറഞ്ഞാൽ അത്രയും നിറഞ്ഞ് തേട്ടിയിട്ടാ നിക്കണ കേട്ടാ. ഗുരുവായൂരപ്പനാണ് സത്യം. പക്ഷെ സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടാ. ലൈറ്റ് ഇട്ടത് അങ്ങനെ നമ്മൾ പോവാട്ടാ. അപ്പോൾ ഞങ്ങൾ ഓണാഘോഷം കഴിഞ്ഞു വന്ന് ചാർജ് ചെയ്യറ്റാൻ കയറി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു മൂക്കത്തി കടയിൽ കയറിയിട്ട് 2 മൂക്കത്തി എടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ മൂക്കത്തി മാറ്റാറാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫാൽക്കൺ മാളിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അനിയനും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അവർ വരും. ഞങ്ങൾ പോയത് എന്താ വെച്ചാൽ ഈ ഓണാഘോഷത്തിൽ ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കൂടെ കുണുക്കന് പോയി. ആ ഡ്രസ്സ് ഉടക്കനെ പോയത്. ആ ഡ്രസ്സ് ഉടക്കനെയാണ് കുണുക്കന് കുണിക്കും പോയത്. അപ്പോൾ ഇത്രയും മണിക്കൂർ അതിൽ ഇട്ട ഡ്രസ്സിന് പട്ടുപാവാടയല്ലേ. അപ്പം ഞാൻ സിനിമ അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു അമ്മ കുഞ്ഞിനെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞൻ പോയതാട്ടാ. അപ്പോൾ കുഞ്ഞാൻ അമ്മ ഞങ്ങൾ വരുന്നില്ല സിനിമയുടെ ടൈം ആകുമ്പോൾ അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് വിശന്നിട്ട് വയ്യാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ മാനത്തെ ഫുഡിനോടൊന്നും അത്ര താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓംപ്ലേറ്റ് ഒക്കെ എനിക്ക് തന്നെ വേണ്ടു. ഞാൻ പറഞ്ഞേ ഈ സത്യം പറഞ്ഞാൽ അനിയേട്ടന് ഓംപ്ലേറ്റ് ഇരിക്കാതെ വേണ്ടു. നമ്മൾ അവരുടെ അടുത്ത് വന്നിട്ട് ചപ്പാത്തി കൂടി ഞങ്ങൾക്ക് അത്ര വേണം. നല്ല ദോശയുണ്ട്. ഞങ്ങൾ ഫ്രൈഡ് റൈസ് പറഞ്ഞതിന് ശേഷം ദോശ അറിയാമെങ്കിൽ ഞാൻ 2 ദോശ പറയുള്ളൂ. എനിക്കൊക്കെ അങ്ങനത്തെ ഫുഡിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുണുക്കിനോട് ഡ്രസ്സ് ഞങ്ങളുടെ കയ്യില്ല. എനിക്ക് ഇത് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കുണുക്കിനോട് മാറ്റണം. അതുകൊണ്ട് ഞാൻ നേരത്തെ ബാക്കിൽ അവർ സിനിമ തുടങ്ങുന്ന നേരത്തേക്ക് അനിയനും അനിയത്തിയും പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട് ധനുഷ്, അവനും എൻ്റെ അമ്മയെ കൂടിയിട്ട് വരും. ഞാൻ എല്ലാവരും കൂടി ഇന്ന് സിനിമയ്ക്ക് പോയി. പൃഥ്വിരാജിൻ്റെ സിനിമ. അതിനായിട്ട് നമ്മൾ ഇന്നാളും സിനിമ ഉണ്ടോ അതിൻ്റെ പറ്റി എന്താ പറയുക. സത്യം പറയാം കുറേ ഇപ്പം ഇറങ്ങിയ ഏകദേശം മലയാള സിനിമകളൊക്കെ നമ്മൾ ഏകദേശമൊക്കെ സിനിമകൾ കാണും. എന്താ വെച്ചാൽ ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് മനസ്സിന് തിരക്കിൽ നിന്നൊക്കെ ഒരു സമാധാനം ആ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിരിക്കുമ്പോൾ അത് പിന്നെ വേറെ ഇങ്ങോട്ട് നമ്മൾ പോകണില്ലല്ലോ ഇപ്പം. അപ്പോൾ ഏകദേശം എല്ലാം പടം കണ്ടപ്പോൾ എനിക്ക് എല്ലാ പടത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ സൂര്യയുടെ തമിഴ് സിനിമ. എന്താ
പേരെന്താ മറന്നു, പേര് മറന്നു കേട്ടോ. തമിഴല്ല, എന്ത് സൺസ്, എന്ത് സൺസ് ആ പേര്? വിശ്വനാഥൻ അല്ലേ, വിശ്വനാഥൻ സൺസ് അല്ലേ, അങ്ങനെ എന്തോ ആട്ടെ. എന്തായാലും സൂര്യയുടെ പടമാണ്. എനിക്ക് സൂര്യയുടെ പടങ്ങൾ ഞാൻ കാണും, പക്ഷെ ഞാൻ വിജയ് ഫാൻസാണ് കേട്ടോ. സൂര്യയുടെ പടങ്ങൾ ഞാൻ കാണുന്നുള്ളൂ, എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരുപാടൊന്നും ഇഷ്ടമൊന്നും പറയാനൊന്നുമില്ല. നോർമലി ഒരാളുള്ള ഇഷ്ടം. സിനിമാടന്മാരോടൊക്കെ ഒരു ആരാധനയുണ്ട്. എന്താ വെച്ചാൽ അവരുടെ കഴിവുകൾ നമ്മളിങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ടുണ്ട്. പക്ഷേ ഈ സിനിമയോടുകൂടി ഭയങ്കര ഇഷ്ടമായി. ഇല്ല കേട്ടോ, അഭിനയം എങ്ങനെയുണ്ട്? ഉള്ള ഇടിയൊക്കെ നല്ല അടിപൊളി ഇടികള്. മമ്മതി അങ്ങനെ പേര്. ആ അത് തന്നെ പ്രമലു അല്ലേ. തമിഴ് സിനിമ സൂര്യയുടെ നായിക എന്ന് പറഞ്ഞാൽ പറയണ്ട. ഇപ്പൊ വിജയുടെ കൂടെ വിജയുടെ മകളുടെ സ്ഥാനത്ത് നിന്നിട്ട് ആ സിനിമയിൽ അവിടെ തന്നെയല്ലായിരുന്നു. ഓ അടിപൊളിയായിട്ട് അവള് ഒരു രക്ഷയില്ല. നമ്മൾ ആ സിനിമയിൽ അത്രയും മണിക്കൂർ നമ്മളതിനെ അവിടെ പിടിച്ചിരുത്തുന്നത് അവളുടെ ഒരു ആക്ഷനും ഭയങ്കര ഇഷ്ടമായിട്ട് അടിപൊളി സിനിമയാണ്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാറിനൊക്കെ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണട്ടെ. നമ്മൾ ടി വിയിലൊന്നും കണ്ടിട്ട് അല്ല. എന്താ വെച്ചാൽ അത്രയ്ക്കും കാശ് ചിലവാക്കിയിട്ടുള്ള ഒരു മൂവി അല്ലേ. നമ്മൾ മലയാള സിനിമയ്ക്ക് 7,000 എത്താൻ പറ്റില്ല, അങ്ങനെ കാശ് ചിലവാക്കാൻ നിൽക്കുന്നത് അല്ലേ. കണ്ടിട്ടില്ല, നല്ല സിനിമ. അന്നേട്ട് തമിഴ് അറിയില്ല എങ്കിൽ പോലും അന്നേട്ട് അത് ഇരുന്ന് കണ്ട് ഇഷ്ടം കൊണ്ട് അല്ലേ. എന്നിട്ട് ഇഷ്ടായില്ലേ? അതാണ് അടിപൊളി സിനിമയാണ്. കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോട്ടാ. അപ്പൊ നമ്മൾ ഫാൽക്കൺമാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ. നമ്മുടെ തട്ടുകടയിൽ നിന്ന് 2 കിലോമീറ്റർ അല്ലേ. എന്നാലും നമ്മൾ സിനിമ കാണാൻ നല്ല തിയേറ്ററിൽ ഷോപ്പിലേക്കൊക്കെ പോയിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് കുന്നംകുളക്കാർക്ക് സ്വന്തമായിട്ട് ഫാൽക്കൺ മാളിൽ സിനിമ തിയേറ്റർ, അടിപൊളി തിയേറ്റർ ആട്ടോ. നമുക്ക് സീറ്റും കാര്യവും ശോഭന സീറ്റ് ഇത്ര വർഷമായതിൻ്റെ ഒന്നും ഡെക്കുഷീനൊക്കെ ഒരു ഇതാണ്. പക്ഷെ ഇവിടെ സീറ്റൊക്കെ അടിപൊളിയാണ് അല്ലേ. ശോഭന സിനിമ ഇഷ്ടമാണ് എനിക്കത്, വേറെ കാര്യം എവിടെയാണ് ഇഷ്ടം. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഈ രാത്രി നേരത്തൊക്കെ സിനിമ ഉണ്ട്, കുറേ നേരം വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ സുഖത സിനിമ ഉണ്ട്. വണ്ടിയിൽ കയറി ഇരുന്ന് ഇങ്ങനെ കാല് നീട്ടുമ്പോഴേക്കും ഇടത്തും കണ്ട. ഫാൽക്കൺ ഞങ്ങളുടെ കുന്നംകുളംകാരുടെ ഫാൽക്കൺ മാള്, കുന്നംകുളത്തിന്റെ സ്വന്തം, കുന്നംകുളത്തിന്റെ സ്വന്തം. അല്ല നമ്മുടെ നാട്ടിലൊരു ഇത് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടല്ലേ. സിനിമ കാണാനാണ് വേണ്ടിയാണ് ഈ മാളിലേക്ക് കൂടുതൽ വരാറ്. അങ്ങനെ ഒരു ദിവസം ഈ രാവിലെ ശനിയാഴ്ച രാവിലെ അന്നേൻ്റെ മേമ്മയുടെ മോളുടെ കുട്ടിയുടെ കല്യാണം. പക്ഷേ ഞങ്ങൾ വിചാരം ഞായറാഴ്ചയാണ് കല്യാണം എന്ന് വെച്ചുട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് അനിയൻ പറയണത് അയ്യോ കല്യാണത്തിന് പോകേണ്ടിയിരുന്നു. അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോയി രാത്രി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജാക്കറ്റ് അടിക്കാൻ കൊടുത്തൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ റിസപ്ഷന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റിസപ്ഷന് പോകുമ്പോൾ എൻ്റെ ഒരു റെഡിമെയ്ഡ് ബ്ലാക്ക് ജാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ഒരു ബ്ലാക്ക് സാരി കൂടി കൊടുത്തുവിട്ടാ. അത് കഴിഞ്ഞ് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി ആയിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. കണ്ടില്ലേ ആ തുള്ളിച്ചാടുന്ന ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നല്ല പനിയായിട്ട് എടുക്കാനൊക്കെ ഞാൻ കുറേ ഞങ്ങൾ സന്തോഷിച്ചു. അപ്പം എനിക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് കുളിക്കുമ്പോൾ ഭയങ്കര പനി, ഭയങ്കര ക്ഷീണമൊക്കെ, ഛർദ്ദിയും പനിയൊക്കെ ആയിട്ട് കുളിക്കുമ്പോൾ. ഇപ്പോൾ ഓണായിട്ട് കിടപ്പാണ്. കഴിഞ്ഞ എല്ലാവർക്കും ഓർമ്മ, കഴിഞ്ഞ ഓണം നമ്മൾ ഭയങ്കര കുഞ്ഞാ ബാ ഇത് കള്ളന്മാര് വന്നാലും അടിക്കാം. വള്ളി മാത്രം, വള്ളിയുടെ മാത്രം. മൂത്രമൊക്കെ പോണു. അപ്പൊ ഞാൻ ഇപ്രാവശ്യം എന്നും ഡാർക്ക് കളർ കൊടുക്കണം, ഞാൻ പേസ്റ്റൽ കളറിലേക്ക് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എന്നും മഞ്ഞ കൊടുക്കണം, എൻ്റെ പകരം കുഞ്ഞനാണ് മഞ്ഞ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത 2 സാരി എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തു കേട്ടോ. അതിലൊരു സാരിയാണ് ഞാൻ എടുത്തത്. ഒരു സാരി ഇതേപോലെ നല്ല അടിപൊളി പേസ്റ്റൽ കളറാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ആ സാരിയാണ്. പക്ഷേ നമുക്ക് ആ ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ആ സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനും കുഞ്ഞനും
അപ്പുറത്തെ ഒരു കല്യാണത്തിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറി സുന്ദരനായിട്ടിരിക്കുന്നത്. അപ്പോൾ ആശാന് മുണ്ടോടുന്ന് കൊടുത്ത് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആശ സിമ്പിളായിട്ട് വെള്ള ട്രൗസറും വെള്ള ബനിയനാണ്. വാച്ച് വണ്ടിയിലാണ്. നമ്മുടെ കുടുക്കുമ്പോളെ കാണിച്ചു തരാം. മുല്ലപ്പ് വെച്ചിട്ടുണ്ടാ കേട്ടത്? ആ ഇത് പിടിച്ച് നമ്മൾ വണ്ടിയിലേക്ക് ആ കുട്ടിക്ക് ബ്ലൗസ് ഒക്കെ കേട്ടില്ലടി. നമ്മുടെ കുണിക്കിതാ ഈ കുണിക്ക് അങ്ങനെ സാരി എങ്ങനെയുണ്ട്? ഓ നമ്മളെ നമ്മൾ ഇഷ്ടായി സ്വയം ഇങ്ങനെ കാണുമ്പോഴേ സ്വയം ഇഷ്ടപ്പെടുന്നുണ്ട്. തേടിയില്ലേ പ്രാവശ്യം? എല്ലാം പ്രാവശ്യം തേടി. മനസ്സുകൊണ്ട് ഷർട്ട് മേടിക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ അതിനൊന്നും വലിയ വിലയായിട്ട് ഷർട്ട് എടുക്കാനൊന്നും അതിനൊന്നും ഇഷ്ടമില്ല കേട്ടോ. നമുക്ക് സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. മുണ്ടോ അടുത്ത ഓണാകുമ്പോഴേക്കും നമ്മൾ സ്വന്തമായിട്ട് ഒരു മുണ്ടിൻ്റെ ഇതുപോലത്തെ ഒരു അല്ലേ മുണ്ടിൻ്റെ സ്റ്റാർട്ടിങ് എന്നിട്ട് മോഡൽ തന്നെയായിട്ട് ഇതുപോലെ നല്ല ഷർട്ട് കിട്ടി ഓണത്തിന് മാത്രമായിട്ട്. വിഷുവിന് ആദ്യം പിടിക്കാല്ലേ? ഈ സാരി എങ്ങനെ ഉണ്ടാവും പറഞ്ഞ അനു ഗർഭിണി. അതിന് ശേഷം എൻ്റെ കുഞ്ഞ് ഇന്നാണ് അത് സുന്ദരി കുട്ടിയായത്. അവൾക്ക് താൻ വയ്യാത്താൻ അവൾക്ക് ഒന്നിനും ഒരു ഇതുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അവൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവള് പിന്നെ ആകെ ടയർഡാണ്. ഇപ്പം അവളൊന്നും ഉഷാറായി വരുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മോളക്ക് ഞാൻ അങ്ങനെ വെച്ചില്ല, എനിക്ക് ഒരു എൻ്റെ മക്കളെ ഇങ്ങനെ വേണമെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതുപോലെ അവർ മേക്കപ്പ് ചെയ്ത് തന്നെയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് സത്യം. അതെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളറ് കുഞ്ഞു ബേബി. ഒന്ന് കെട്ടിടിക്ക് കുഞ്ഞിനെ കെട്ടിടിക്കട്ടാ രണ്ടാളേക്ക് കെട്ടി വെച്ച്. മൂത്ത മോളാ? ഇത്ര വലിയ ചേച്ചിയേക്കാൾ വലിയ മോള്. ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ മക്കളെ കൊടുത്തില്ലേതാ അല്ലേ? മക്കളെ കൊടുത്തില്ലേ എന്നെക്കാട്ട് വലിയ പെണ്ണായി. മഞ്ഞസാര എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും ഇല്ലാത്ത എവിടെ നിന്നുള്ള സൗന്ദര്യം വരും. അങ്ങനെ ഞങ്ങളിതേ കല്യാണത്തിന് 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളതിന് മണ്ഡപത്തിൽ എത്തിയിട്ടാണ്. നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ അവിടേക്ക് 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടാണ് എത്തി. നമ്മുടെ വഴിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ രാജപ്പേട്ടൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേജും ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. നല്ല മണ്ഡപം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ കുണിക്കുമോള് പിന്നെ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. അവൾക്ക് മേമയുടെയും പാപ്പൻ്റെയും വാലായിട്ട് ഇങ്ങനെ നടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേ അപ്പുറത്തുള്ള നബിദേനും അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് കളിക്കട്ടോ. അപ്പം ഞാനും ഞാൻ ബാക്ക് സീറ്റ് ഇരുന്നിട്ട് ഇവരെ വീഡിയോ എടുക്കുന്നു കേട്ടോ. അങ്ങനെ ചെക്കനും പെണ്ണും കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിൽ എനിക്ക് വരുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കല്യാണമൊക്കെ കണ്ട് ആസ്വദിച്ച് വയലറ്റ് ഷർട്ട് ഇട്ട് വരുന്നതാണ് നമ്മുടെ കുണിക്കുമ്പോൾ പറയുന്നത് രാജിപ്പേട്ടെന്ന് എപ്പോഴും പറഞ്ഞു നടക്കുന്നത് കേട്ടോ. അവളെ കളിക്കൂട്ടുകാരനാണ് സത്യത്തിൽ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രാജപ്പേട്ടന്. ഇങ്ങനെ ഇവരെ ഞങ്ങൾ ഈ പെരുന്നാൾ കുറിക്കൊക്കെ വരുമ്പോഴേ മൂപ്പര് കളിക്കാൻ വേണ്ടി രാജപ്പേട്ടൻ. അങ്ങനെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വന്നിട്ട് ഈ ആദ്യ പന്തിയിൽ എൻ്റെ ചോറിനായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ രാവിലെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്ത കാരണം ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ 1.5 മണിക്കൂറത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതില്ല. അങ്ങനെ ചോറിനാൻ വന്നിരുന്നു. പുളിയിഞ്ചി നക്കി. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും കഴിക്കില്ല. ചിലതൊക്കെ ഇങ്ങനെ ഇരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഈ ചോറ് വന്നാൽ ഒട്ടും ഞാൻ കറി കഴിക്കില്ല. ഇനിയും ചോറ് എന്നെക്കാളും മുന്നേ ഇങ്ങനെ തനിച്ച് കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ എല്ലാ കറി കൂട്ടി കഴിക്കാനൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ശർക്കരപ്പേരും കായവറുത്തൊക്കെ സ്പോട്ടിൽ തന്നെ കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ ചോറിന് വയറില്ലെങ്കിലും അപ്പോൾ അത് വേഗം കഴിച്ചു. അതുകൊണ്ടല്ല കേട്ടോ എനിക്ക് അത് ചോറുണ്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല. അതിന് മുന്നേ കഴിച്ചു അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ കായവറുത്ത് അവളെടുത്ത് വെച്ചു. ശർക്കരപ്പേര് അവളെ എനിക്ക് തന്നു കേട്ടോ. അങ്ങനെ ചോറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ തൊട്ടേക്ക് നല്ല അച്ചാറായിരുന്നു. എനിക്ക് ഈ കന്യാകുമാരി ഞാൻ അധികം കറിയൊന്നും കൂട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അവർ ചോറിട്ടപ്പോൾ കൂടി പോയിട്ട് അപ്പോൾ ഞാൻ അതിന് കുടിക്കുക ഒരു പിടി എടുത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. എനിക്ക് അത്ര ചോറ് വേണ്ട.
എന്നിട്ട് ഞാൻ ഒരു കുഴിയൊക്കെ കുഴിച്ചു. എനിക്ക് സാമ്പാർ വേണ്ടേക്കാൾ മുന്നേ ഞാൻ കാളം കൂട്ടിയിട്ട് ഒരു ഉരുള കൊണ്ടിട്ടേക്ക് ഇങ്ങനെ കാളം കൂട്ടി ചോറിന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ എത്തി. അപ്പോൾ സാമ്പാറും ചോറും പപ്പടവും കൂടി കുഴച്ചു. അങ്ങനെ കുഴച്ച് അത് കഴിച്ചു. അത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പ് പായസവും പാലട പായസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം പരിപ്പ് ഇട്ടു, ഞാനൊരു പപ്പടമൊക്കെ എടുത്ത് അങ്ങനെ പൊട്ടിച്ച് അതൊക്കെ കൊണ്ട് ചേർത്ത് അത് കഴിച്ചു കേട്ടോ. കുറച്ച് ചോറ് ബാക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ പാലട പായസം ആ പപ്പടത്തിൻ്റെ മുകളിൽ കഴിച്ച് അതും കുഴച്ച് അതും കഴിച്ചു. അങ്ങനെ വയറും മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുക വെച്ചിട്ട് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ കൂറ കുത്തിയിട്ടാണെങ്കിൽ എപ്പോഴും ഞങ്ങൾ അപ്പുറത്തേക്ക് കാണും. പക്ഷേ നല്ല ഭംഗിയിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും കാണും. അപ്പോൾ നമ്മുടെ കുണിക്ക് കൊടുത്ത സാരി, മാം കൊടുത്ത സാരി, പിന്നെ നമ്മുടെ അപ്പുറത്തേക്കുള്ള കുട്ടിയായിട്ടോ അവർ റെഡും ബ്ലാക്കും കൊടുത്ത സാരി, അതൊക്കെ നമ്മുടെ കൃപേരത്തെ സാരികളാണ്. അവർ കൃപയിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാരികളാണ് കേട്ടോ. ഇടയിലല്ലേ എന്താണ് ഇവിടെ പുട്ട് കച്ചവടത്തിനുള്ളിൽ എന്താ അറിയില്ലോ കുഞ്ഞുകൊടുത്ത സാരി. സോറി കേട്ടോ, കുണിക്കല്ല കുഞ്ഞുകൊടുത്ത സാരി, മേമ കൊടുത്ത സാരിക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് കേട്ടോ. സത്യമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പച്ചയും ഓറഞ്ചിലും തന്നെ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എനിക്കിത് എൻ്റെ പച്ച അങ്ങനെ ഇതാണ് കുണിക്കിയുടെ കളിക്കൂട്ടുകാരനായ രാജപ്പേട്ടൻ്റെ മോട് കൂടി ഇതിന് ഫെട്ടി പിടിച്ചതിന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ താങ്ക്സ് പറയാം അമ്മയ്ക്കെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അച്ചു ഇല്ലാത്ത കുഞ്ഞിന് ഫോട്ടോ വീഡിയോ എടുത്ത് കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടുത്തേക്ക് കുഞ്ഞാവശ്യം ആൾക്കാരില്ലോ അവളുടെ ഭർത്താവിന് കാട്ടി കൊടുക്കാണ്ടൊരു സമാധാനമില്ല. അച്ചു വർക്കിന് പോയി കേട്ടോ. അച്ചു രാവിലെ എനിക്ക് വർക്കിന് പോയി. അപ്പോൾ ഈ സാരി കൊടുത്തൊന്നും അച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഈ സാരിയൊക്കെ നമ്മുടെ കൃപേരാണ്, നല്ല ഒരു മസ്റ്റേഡ് യെല്ലോ സാരി കേട്ടോ. പിന്നെ നമ്മളുടെ അനിയൻ്റെ മോനാണ് കേട്ടോ, അച്ചൂട്ടനും കുണുക്കനും ചേച്ചി ആ രണ്ടാങ്ങളന്മാരെ തന്നെ അപ്പുറത്തപ്പുറത്ത് ഇത് കുഞ്ഞുമേകൾ ഫോട്ടോ എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് 2 കല്യാണം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പോകാൻ പറ്റിയില്ല. ഒരു സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ നല്ല പച്ചക്കറി കഴിച്ച ക്ഷീണം ഞങ്ങൾ നല്ല ബിരിയാണി കഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ പച്ചക്കറി കഴിച്ചാൽ നമുക്ക് തരി ഇറച്ചിയും മീനൊക്കെ കഴിച്ചാൽ നമുക്ക് സന്തോഷം തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. എൻ്റെ സാരി എൻ്റെ കൃപേര തന്നെയാണ് കേട്ടോ, അത് തെറ്റിയിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ അടുത്ത് ഞങ്ങളുടെ സാരികൾ തന്നെയാണ്. അപ്പോൾ ചില സാരികൾ കാണുന്ന പോലെ അവർ ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി. എൻ്റെ ഈ ഫുൾ ഫോട്ടോ എൻ്റെ ഇല്ല, എനിക്ക് അത് നല്ല വിഷമമായിട്ടാ. സാരി എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? എന്താ ശബ്ദം കേട്ടോ? അതെ, കുഞ്ഞിൻ്റെ റൂമിലാണ്. എൻ്റെ ഗർഭകാലഘട്ടത്തിൽ കല്യാണത്തിന് കൂടിയത് അരുൺചേട്ടൻ്റെ. ഇതൊക്കെ ഓരോ മെമ്മറീസ് നമ്മളെ. അരുൺചേട്ടൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ കുഞ്ഞിൻ്റെ വയറ്റ് ഉണ്ണിയാവി ഉണ്ടായിരുന്നു. ഉണ്ണി വരുമ്പോൾ അമ്മേ മോൻ വയറ്റുള്ളപ്പോൾ അമ്മ പോയിട്ട് കല്യാണത്തിന് നമ്മൾ സദ്യ കഴിച്ചത്. ഓക്കെ, നല്ലൊരു ഹാപ്പിനെസ് അല്ലേ എല്ലാവരും കൂടി പോകുമ്പോൾ. ഉഷാറായിട്ട് ഇന്ന് പോകാൻ പറ്റി. ഉഷാറായിട്ട് പോകാം. സാരി എന്ത് ഭംഗിയാന്നറിയോ, എന്ത് രസം കാണാൻ. നല്ല മഞ്ഞ സാരി, നല്ല മഞ്ഞ, ഭംഗിയുള്ള മഞ്ഞ, നല്ല ഭംഗി. അച്ഛനാണ് മോൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തത്. ഞാൻ ചെയ്തപ്പോൾ സാരി കുഞ്ഞിനെ കല്യാണത്തിന് കൊടുക്കാൻ നമുക്ക് കൊണ്ടുപോകാൻ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോൾക്ക് മഞ്ഞ എടുത്തോ പറഞ്ഞു. ഇതായാലും വന്നിട്ടില്ല. അത് ആദ്യ സെലക്ഷനാണ്, മനസ്സിലായില്ലേക്ക്. ആദ്യത്തെ സെലക്ഷനാണ് നിങ്ങളുടെ സൂപ്രതി ഞാനല്ലേ. നീ കുറച്ചേരം AC ഇട്ടിട്ട് കിടന്നോ, വയറ് പുറത്തിട്ടാക്കാൻ ചേട്ടാ. വെള്ള ഡ്രസ് വിടും, നമുക്ക് തൃശ്ശൂർ പോകാൻ. എന്താണ് എന്നെ പറഞ്ഞത് സെലക്ഷൻ കാര്യം? സെലക്ട് ചെയ്തത് അതാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യത്തെ സെലക്ഷൻ ഞാനായിരുന്നു. അതിന് മുന്നേ സെലക്ട് ചെയ്തെന്നൊക്കെ അറിയില്ല. പിന്നെ എനിക്കൊരു സമാധാനം എന്താ വെച്ചാ 75 എണ്ണത്തെ 74 എണ്ണ ഒരു 75 പെണ്ണുടെ ഇടയിൽ എന്നെ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ആ സെലക്ഷൻ്റെ അല്ലേ സത്യമായിട്ട് അവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടാണോ? കാര്യം പറഞ്ഞത് തമാശ ആയിരിക്കല്ലോ. അവർക്ക് ഇന്ന ഇഷ്ടപ്പെടാം, അതല്ല ചേച്ചി.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണ് എന്താ കാര്യം പറ. എനിക്ക് എന്റെ എനിക്ക് അങ്ങനെ ഒരു നിറം ഉണ്ടാവും. അതായിരുന്നല്ല എനിക്ക് എന്റെ കണ്ണില് ചിലപ്പോ പറ്റണം ചില ആൾക്കാർ. അപ്പൊ അതെനിക്ക് പറ്റിണ്ടായിരുന്നില്ല ഒന്നും. അതുകൊണ്ടാണ് ഉണ്ണിനെ പറ്റിയത്. അതാണ് സത്യം. ഉണ്ണി സുന്ദരിയാണ്. അതാണെന്ന് പറഞ്ഞല്ലെങ്കിൽ മോശം. സുന്ദരി എന്നുള്ളതാണ് ഉമ്മാന്ന് വേണ്ട. കിട്ടിയിട്ടില്ല. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ. ആ മുണ്ടൊന്നും കൂടി ശരിയാക്കി. ഷർട്ട് കൂടിയപ്പോ ഭയങ്കര ഇഷ്ടമായി. ഞാന് സെലക്ട് ചെയ്തെടുത്തോട്ടെ. ആരാ പറഞ്ഞ ഒന്നുകൂടി ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ കേട്ടു പറ. സാമിയുടെ മോനെ അപ്പൊ വണ്ടിയിൽ യാത്ര ഏത് പാതിരക്കായാലും എപ്പ യാത്ര ചെയ്യുമ്പോൾ അയ്യപ്പന്റെ പാട്ട് മാത്രം വണ്ടി വെക്കാൻ പാടുള്ളൂ. കുഞ്ഞിട്ടയുടെ മുമ്പ് അയ്യപ്പ ഭക്തി നിനക്ക് പോയത്. കുഞ്ഞിട്ടയുടെ മുമ്പിൽ അയ്യപ്പന്റെ ഭക്തി നിനക്കാണോ തന്നുപോയി? ഇപ്പൊ മുമ്പിൽ അച്ചാച്ച മാസം മലയ്ക്ക് പോണ പോലെ ഇക്കും മലയാള മാസം പോണം. ഒരിക്കലും ചിക്കൻ കഴിക്കാൻ പാടില്ല. കുനിക്ക് ഹായ് വന്നേ. എന്താ അല്ല ഈ സാമിയുടെ മോനാണോ? ഇവിടെ ഇങ്ങനെ ഇസ്തിരി ചെയ്യുന്നൊരു ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അന്വേന്റെ ഷർട്ടും മുണ്ടൊക്കെ അവിടെ ഇസ്തിരി ചെയ്യാൻ കൊടുക്കുക. ഞങ്ങളുടെ ഒന്നുമില്ല. അതൊരു പട്ട് സാരി ഇന്നലെ കല്യാണത്തിന് കൊടുത്ത സാരി. അപ്പൊ നമ്മള് ഓരോ പ്രാവശ്യം കഴുകിയിട്ട് തേച്ചിട്ട് ഹാപ്പി ഓണം. ഓണത്തിന്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് കല്യാണത്തിന്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കല്യാണത്തിനായിട്ടും അല്ല എപ്പോ വേണം കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് കൊടുക്കാൻ നല്ലൊരു ബനാറസിൽ ഓറഞ്ച് ഷെയ്ഡുള്ള സാരിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഓറഞ്ചാണ് കേട്ടോ. കണ്ടോ, നല്ല ഓറഞ്ചാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ട്. ഓറഞ്ച് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു കളറല്ല കേട്ടോ. കിട്ടുമ്പോഴാണ് നല്ല ഓറഞ്ച് ആയിരിക്കില്ല. ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ബ്ലാക്ക്. ഇത് ഉടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനും ഇപ്പം അടുത്ത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിട്ട് അപ്പോൾ കുഞ്ഞ് എൻ്റെ ഒരു മഞ്ഞ കളർ സാരി ഉടുത്തുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ നോക്കിയാൽ മതി. അത് ഈ ബനാറസിൻ്റെ സാരി തന്നെയാണ് കേട്ടോ. അതിൽ വലിയ കുറച്ച് ഡോട്ട്, ഇതിൽ ചെറുത്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്ലാക്കാണ്. സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് 2 കളർ വരുന്നുണ്ട്. യെല്ലോ ഷെയ്ഡ്, ഇതൊരു മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയില്ലേ. ഇന്നലെ കുഞ്ഞ് കൊടുത്തിട്ടുള്ള സാരിയുടെ കളർ ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ. ഈ ഒരു കളറാണ് കുഞ്ഞ് കൊടുത്തു തന്നിട്ടുള്ള സാരി. ഇതാട്ടോ, അടിപൊളി മഞ്ഞാണ്. അതിൻ്റെ 2 തരം മഞ്ഞുണ്ട് കേട്ടോ. അതൊരു മസ്റ്റേർഡ് യെല്ലോ ആണ്. ഇത് നമ്മൾ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ, മാമ്പഴ കളറ്. ആ ഒരു മഞ്ഞാണ് കേട്ടോ ഇത്. മാമ്പഴ കളറ് കണ്ടോ, അങ്ങനെ മാമ്പഴ കളറിൽ വരുന്ന കളറിന് കേട്ടോ. അപ്പൊ ഇതിൻ്റെ തന്നെ കുഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്ന ബനാറസിന്റെ സെയിം മോഡലാണ്. ഇതാണ് ഇന്നലെ കുഞ്ഞ കൊടുത്ത സാരി കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലാക്കും കണ്ടോ, നല്ല വയലറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ പോകുന്നുണ്ട്. ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ ഏത് സാരിയാണ് ഇഷ്ടപ്പെടുക അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ബൈ.